ആദ്യമേ ആശുപത്രി വന്ന് കണ്ടത്, അതായത് പുറത്ത് DDRC സ്കാൻ ചെയ്തിട്ട് ആദ്യം ആശുപത്രി പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ എമർജൻസി ഇല്ലാതെ നമ്മൾ ചെയ്തില്ല, നിങ്ങൾ പുറത്ത് DDRC പോയി സ്കാൻ ചെയ്തു. ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അതിനകത്താണ് ഡോക്ടറിന് ചെറിയ പ്രശ്നമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടക്കി അയക്കുന്നത്. അപ്പോൾ അത് അല്ലല്ല, നമ്മൾ ഈ രാത്രി വരുമ്പം ഈ ഡോക്ടർ അല്ലായിരുന്നല്ലോ, വേറെ ഡ്യൂട്ടി ഡോക്ടറല്ലേ. ഡ്യൂട്ടി ഡോക്ടർ രാവിലത്തെ സ്കാനിംഗ് റിപ്പോർട്ടും കാണിച്ചായിരുന്നോ ഡോക്ടറെ? ഏതാ രാവിലെ എടുത്ത സ്കാനിംഗ് റിപ്പോർട്ടും ഡോക്ടറെ കാണിച്ചിരുന്നോ? അതൊന്നും അവർ ചോദിച്ചില്ല. ഇപ്പം നിലവിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞാണ് അവർ പറഞ്ഞിരുന്നില്ലേ? രാവിലെ ഇങ്ങനെ വന്നിരുന്നു, അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, ആ കാര്യങ്ങളൊന്നും ആ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ഒന്നും അവർ ചോദിച്ച് പറയാനും ചെയ്തില്ല. അവർ പെട്ടെന്ന് അവരോടൊപ്പം ഇങ്ങനെ രാവിലെ ഈ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അപ്പം അതിന്റെ ആണോ കാര്യങ്ങളൊന്നും ഡോക്ടറോട് പറഞ്ഞില്ലേ? നമ്മൾ സ്കാൻ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഇപ്പോൾ ഡോക്ടറോട്? സ്കാൻ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ വൈഫിൻ്റെ അമ്മയും കൂടാണ് കയറിയത്. അപ്പം ഇവർ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടതല്ലേ, കുഴപ്പമൊന്നുമില്ല. പരിശോധിച്ചപ്പം കുട്ടി ഓക്കെയാണ്, കുട്ടി ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചു വിട്ടത്. അത് ഓക്കെ. അപ്പോൾ രാത്രി ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങൾ പറഞ്ഞു വിട്ടു. പക്ഷേ അന്ന് തന്നെ നിങ്ങൾ രാവിലെ ആശുപത്രി പോയി ഡോക്ടറെ കണ്ടിരുന്നു. അവിടെ പോയി മറ്റൊരു പുറത്ത് പോയി സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് പുറത്ത് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ചെറിയ പ്രശ്നമുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിടുകയും ചെയ്തതാണ് പകല്. ആ കാര്യം രാത്രി പോയ ഡോക്ടർ പറഞ്ഞില്ലേ? അന്നേരം ആ ഡോക്ടർ പറഞ്ഞല്ലേ പിറ്റേ നമുക്ക് സ്കാൻ ചെയ്തിട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് അന്നേരം നോക്കാമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഈ റിപ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾ ഇത് വിലയിരുത്തുന്നില്ല, നമുക്ക് ഒരു സ്കാനിങ് ചെയ്തിട്ട് നമുക്കിത് എന്താണെന്നുള്ളത് കറക്റ്റ് പറയാമെന്ന് പറഞ്ഞാണല്ലോ വിട്ടത്. നമ്മൾ ആ സമാധാനത്തോടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴും രാത്രിയിൽ ഈ പ്രശ്നം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട്, ഇങ്ങനെ അനക്കമില്ലെന്ന് അറിഞ്ഞിട്ട് രാവിലെ സ്കാൻ ചെയ്ത കാര്യം എന്തുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞു കാണാൻ തന്നെയാണ് സാധ്യത. കാര്യം അന്നേരം ആ സമയത്ത് നമ്മളെ കയറ്റി വിടത്തില്ലല്ലോ, അകത്ത് ഡോക്ടറെ അടുത്ത് ആണുങ്ങളെ കയറ്റി വിടത്തില്ല, ഇവർ തന്നെയാണ് അകത്തോട്ട് കയറിയത്. അപ്പം ഇത് കുട്ടിക്ക് കുഴപ്പമില്ലെന്ന് പരിശോധിച്ചിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. നടത്താതെ ചുമ്മാ പോയി കുഞ്ഞുറങ്ങാണെന്ന് പറഞ്ഞിട്ട് പോയോ? അതെ, ജസ്റ്റ് അവർ ഒന്ന് സാധാ നോർമൽ രീതി പരിശോധിക്കത്തില്ലേ, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചത്. അപ്പം ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ കൊണ്ടുവന്ന് വേറെ കൂടുതലായിട്ട് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ 16-ാം തീയതി 2 തവണ നിങ്ങൾ തേക്കാട് ആശുപത്രി പോയി. 2 തവണയും കാണുന്നത് 2 ഡോക്ടറെയാണോ? ഏതാ 2 ഡോക്ടറെ അല്ല, 16-ാം തീയതി കണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഈ ആശ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെയാണ്. അപ്പം അന്ന് രാത്രി കാണിച്ചത് നമ്മൾ ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെയാണ്. രാത്രി വേറെ ഡോക്ടറായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. ആ ദിവസം തന്നെ 2 ഡോക്ടറാണ് കണ്ടത് അല്ലേ? പക്ഷെ നമ്മൾ അന്നേരം ഇവിടത്തേക്ക് ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ വിളിച്ചിരുന്നു. ഈ കേസ് പറയാൻ വേണ്ടിയിട്ട് ആശ എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ചിരുന്നു. ഇതുപോലെ കുട്ടിക്ക് അനക്കമില്ലെന്നുള്ള കാര്യം പറയാൻ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണോ എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഡോക്ടറെ വിളിച്ചിരുന്നു. പക്ഷേ ഡോക്ടർ ഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല, 2ാം തവണ വിളിച്ചപ്പം ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുമ്പം ഈ ഡോക്ടറെ എന്തായാലും പരിശോധിക്കുന്ന ഡോക്ടറെ വിളിക്കുമല്ലോ, വിളിച്ച് കാര്യം പറയുമല്ലോ. നമ്മൾ ആ ഒരു ധാരണയിൽ, നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരികയാണ് ചെയ്തത്. ആശാ ഡോക്ടർ അല്ല, പക്ഷേ രാത്രി നിങ്ങളെ ആശുപത്രിയിൽ പറഞ്ഞു വിട്ടത് അല്ലേ? അതേ ഡോക്ടറാണ്. അത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അത് പേരെന്തോന്ന് അറിയത്തില്ല. അന്നത്തെ ദിവസം അവിടെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ ഡോക്ടറാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കെതിരെയാണ് നിങ്ങളുടെ ആരോപണം. നമ്മളെ കൃത്യമായി പരിശോധിച്ചില്ല, അവർ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ലെന്ന് തന്നെയാണ് എൻ്റെ ആരോപണം. പോലീസിൽ പരാതി കൊടുക്കുമോ? പരാതി കൊടുക്കും, ഇന്ന് പരാതി കൊടുക്കും. പക്ഷേ ഇന്നലെ എനിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സമയം കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം കുട്ടിയെ പുറത്തെടുക്കുന്നതിൻ്റെ ഒരു ഇളത്തിലായിരുന്നു. ആരോഗ്യമന്ത്രിയൊക്കെ സമീപിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഞാനിത് അവരെല്ലാം അറിയിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ആദ്യ നടപടി എന്നോളം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് രീതിയിൽ ഇപ്പം ഈ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പം അത് ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും.